നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ട്രൂത്ത് സോഷ്യൽ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. രസമാണ്, ഞാനൊന്ന് വായിക്കാം. അതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിക്കാം. അവരുടെ പ്രതിഷേധങ്ങളും അമേരിക്ക, അതായത് ട്രംപ് ഞാൻ പറയുന്ന ആ പ്രസ്ഥാനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും അതോടൊപ്പം അമേരിക്കയുടെ ഈ വിജയത്തെ കഴിയുന്നത്ര ചെറുതും നിസ്സാരവുമായി ചിത്രീകരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന വ്യാജ വാർത്താ മാധ്യമങ്ങളുടെ നിരന്തരമായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ദീർഘകാലത്തേക്ക് ആണവ പരിശോധനകൾക്ക് വിധേയമാകാമെന്ന് ഇറാൻ പൂർണ്ണ മനസ്സോടെയും സമ്മതിച്ചിട്ടുണ്ട്. ഇത് ആണവപരമായ സുതാര്യത ഉറപ്പാക്കും. ഇറാൻ എന്റെ തീരുമാനത്തോട് യോജിച്ചില്ലായിരുന്നുവെങ്കിൽ പിന്നീട് യാതൊരു വിധത്തിലുള്ള ചർച്ചയും ഉണ്ടാകുമായിരുന്നില്ല. ഈ തീരുമാനത്തിന്റെയും ഇറാൻ ഉറപ്പു നൽകിയ മറ്റു വിട്ടുവീഴ്ചകളുടെയും അടിസ്ഥാനത്തിൽ ഹോർമൂസ് കടലിടുക്ക് കൂടുതൽ കപ്പൽ ഗതാഗതത്തിന് വേണ്ടി ഉപരോധങ്ങളില്ലാതെ തുറന്നു കൊടുക്കാൻ ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഉപരോധം ഏത് നിമിഷവും ഏർപ്പെടുത്തേണ്ടി വന്നാലും അങ്ങനെ ഉപരോധിക്കാൻ വേണ്ടി എല്ലാ യുദ്ധക്കപ്പലുകളും അവിടെ തന്നെ നിലനിർത്തുകയാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. US ട്രഷറി ഇറാന് വിട്ടുകൊടുക്കുന്ന പണവും മറ്റ് ഉപരോധ ഫണ്ടുകളും, നേരത്തെ തന്നെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ടുകളും അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു എസ്ക്രോ, അതായത് ഒരു മൂന്നാം കക്ഷി ചുമതലയില് അക്കൗണ്ടിലേക്കായിരിക്കും പോവുക. ഇത് പൂർണ്ണമായും അമേരിക്കയിൽ നിന്ന് മാത്രം ആഹാര സാധനങ്ങളും മരുന്നും മറ്റും വാങ്ങാൻ മാത്രമേ ഉപയോഗിക്കാവൂ. നമ്മുടെ മികച്ച അമേരിക്കൻ കർഷകരിൽ നിന്നുള്ള ചോളം, ഗോതമ്പ്, സോയാബീൻസ് എന്നിവയുൾപ്പെടെയുള്ളവ വാങ്ങാൻ ഇതെല്ലാം ഈ പണം അവർക്ക് ഉപയോഗിക്കാം. ഇപ്പോ ഇറാനെ സംബന്ധിച്ചിടത്തോളം മാനുഷിക പരിഗണന ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. വൈകുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ സഹായിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്, വായിച്ചുകൊണ്ടിരിക്കുന്നതിന് പ്രത്യേകം നന്ദി എന്ന്. എത്ര രസകരമായിട്ടാണ് ട്രംപ് പറഞ്ഞേക്കണമെന്ന് നോക്ക്. അതായത് നിലവില് പ്രതിഷേധങ്ങളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നതിനോട് എതിർപ്പും വിയോജിപ്പും എല്ലാം ഉണ്ട്. അത് അറിയാം, ഇറാന് വിയോജിപ്പുകൾ ഉണ്ട്. കാര്യം ജനം സംസാരിക്കുന്നുണ്ടല്ലോ, ലോകം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഡൊണാൾഡ് ട്രംപ് വിജയിച്ചു എന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങളും ട്രംപിന്റെ സ്വയം അവർ സങ്കല്പിക്കുന്ന വിജയങ്ങളുമെല്ലാം വളരെ നിസ്സാരമായി ചിത്രീകരിക്കാൻ വ്യാജ വാർത്താ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്നാണ്, സോഷ്യൽ മീഡിയ അടക്കമുള്ള മറ്റുള്ളവർ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഇറാൻ അനുകൂല മാധ്യമങ്ങൾ എന്നായിരിക്കും. ഏതായാലും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പറയുന്ന ഒരു പച്ച നുണ, ഇറാനിൽ ഏത് നിമിഷവും കടന്നു കയറാമെന്നും അവിടെ കടന്നു കയറി ഇറാന്റെ ആണവ പരിപാടികളൊക്കെ എവിടം വരെ ആയി എന്ന് പരിശോധിക്കാം. എങ്ങനെ അനിശ്ചിതകാലത്തേക്ക് അത് എത്രത്തോളം ശക്തമായി പരിശോധിക്കാൻ പറ്റുമോ അത്രത്തോളം പരിശോധനകൾ വിധേയമാകാമെന്ന് ഇറാൻ പൂർണ്ണ മനസ്സോടെയും സമ്മതിച്ചു അത്രേ. എന്നാൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ എന്താ ഇറാൻ പറഞ്ഞത്? ഇങ്ങനൊരു സംഭവം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, മാത്രമല്ല ആ പരിപാടിയും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടെന്നാണ്. പക്ഷെ ട്രംപ് അത് സമ്മതിച്ചു തരൂല. ട്രംപ് പറയുന്നത് ഇറാൻ അങ്ങനെ സമ്മതിച്ചത് അവിടുത്തെ ആണവ ഒരു പ്രശ്നം പരിഹരിക്കുമെന്നാണ്. സത്യത്തിൽ ഇവിടെ എന്താ വിഷയം? ഇവിടെ ഇറാൻ ഒന്നും സമ്മതിക്കുന്നില്ല. ഇറാന്റെ പരിധിക്ക് ട്രംപിന് വരേണ്ടി വരുന്നു. പക്ഷെ ട്രംപിന് ഇറാന്റെ വരേണ്ടി വരുമ്പോ അത് ഇന്നത് കൊണ്ടാണ്, ഞങ്ങൾ ഇന്നത് പറഞ്ഞതുകൊണ്ട്, ഇന്നത് ഇറാൻ സമ്മതിച്ചുകൊണ്ട് അത് ഇങ്ങനെയാണ് എന്ന് ലോകത്തിന്റെ മുന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമർത്ഥിക്കണം. അതുകൊണ്ടാണ് ട്രംപ് തുടർന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഇറാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു ചർച്ചയും യാതൊരുവിധ ചർച്ചകളും ഉണ്ടാകുമായിരുന്നില്ല. അതിപ്പോ സ്വിറ്റ്സർലൻഡിൽ നടന്നിട്ടുള്ള ചർച്ച പോലും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതിനേക്കാൾ രസകരമായ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ട്രംപ് തുടർന്ന് പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഇറാന്റെ അമേരിക്ക തടഞ്ഞു വെച്ചിരിക്കുന്ന പണം, നേരത്തെ തടഞ്ഞു വെച്ചിരുന്ന ആ ഡോളറുകൾ, അത് അമേരിക്ക വിട്ടുകൊടുക്കും. ആർക്ക്? അമേരിക്ക തീരുമാനിക്കുന്ന ഒരു മൂന്നാം കക്ഷിക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുക്കും. എന്തിനു വേണ്ടി? അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. വേറെ ഒരു സ്ഥലത്തുനിന്ന് വാങ്ങാൻ പാടില്ല. അത് ഇന്ത്യയായാലും അത് മറ്റേത് രാജ്യമായാലും ഒരു സ്ഥലത്തുനിന്ന് വാങ്ങാൻ പാടില്ല. അമേരിക്ക അവിടെ ഉൽപ്പാദിച്ചു വെച്ചിട്ടുള്ള നല്ല ഗുണമേന്മയുള്ള ചോളവും അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറെ സർബത്തും എല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഈ മുഴുവൻ പൈസയ്ക്കും അമേരിക്കയിൽ നിന്ന് ഇറാൻ വാങ്ങിക്കോണം. ഇറാന്റെ ജനങ്ങൾ മുഴുവൻ ഇത് തിന്ന് വയറിളകി തൂറി മരിക്കും. സത്യം പറഞ്ഞാൽ അത്രത്തോളം വാങ്ങി കൂട്ടേണ്ടി വരും. ചുരുക്കം പറഞ്ഞാൽ അമേരിക്ക സാമ്പത്തികമായി പാപ്പരായി, പിടുത്തമിട്ടു. ഈ പണം അമേരിക്കയ്ക്ക് വേണം, ഇറാന്റെ പണം അമേരിക്കയ്ക്ക് വേണം. പകരം 4 നെല്ലിക്കയും 5 മുരിങ്ങയ്ക്കയും കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കുമെന്നാണ് പറയുന്നത്. നല്ല ബുദ്ധിയാണ്, ഒടുക്കത്തെ ബുദ്ധിയാണ് സത്യത്തിൽ ട്രംപ് പ്രയോഗിക്കുന്നത്. ഇറാന്റെ പണം കൊടുത്തു എന്ന് പറയുകയും ചെയ്യാം, എന്നാൽ അതേ പണം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീശയിലേക്ക്, അമേരിക്കന്റെ ഖജനാവിലേക്ക് ഇത് വരികയും ചെയ്യും. നല്ല പരിപാടിയാണ്. ഏതായാലും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ നടത്തുന്ന അവകാശവാദങ്ങൾ ഏകപക്ഷീയമാണ്, എല്ലാ തവണത്തെയും പോലെ ഏകപക്ഷീയമാണ്, വെറുതെ വിടുവായാണ് എന്നത് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും.
അന്താരാഷ്ട്ര മര്യാദകളുടെ നഗ്നമായ ലംഘനമാണത്. ഇറാന്റെ തടഞ്ഞു വെച്ചിരിക്കുന്ന സ്വന്തം സമ്പത്ത് വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച ശേഷം ആ പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് അമേരിക്ക തീരുമാനിക്കുമെന്ന് പറയുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. ഒരു പരമാധികാര രാഷ്ട്രത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. മാനുഷിക പരിഗണനയുടെ പേര് പറഞ്ഞ് ഇറാന്റെ പണം അമേരിക്കൻ കർഷകരിൽ നിന്ന് മാത്രം സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കണമെന്ന് നിർബന്ധിക്കുന്നത് കാപട്യമാണ്. ആ കാപട്യം ഇറാനെ സാമ്പത്തികമായി കബളിപ്പിക്കലുമാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനോ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനോ ട്രംപിനോ അയാളുടെ ഭരണകൂടത്തിനോ യാതൊരു താല്പര്യവുമില്ല എന്നാണ് ഇന്നത്തെ ഈ പോസ്റ്റ് വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ ഈ തീരുമാനങ്ങൾ, ട്രംപ് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് എന്നുണ്ടെങ്കിൽ അത് വ്യക്തമാക്കുന്നത്. ഇറാനെ നിരന്തരമായിട്ട് പ്രകോപിപ്പിക്കുക, എന്നിട്ട് അപമാനിക്കുക. ഇപ്പോ അറിയാലോ, ചർച്ചയ്ക്ക് ചെന്നപ്പോ ഭീഷണിപ്പെടുത്തുക. ഇത്തരത്തിൽ തരം താണ രാഷ്ട്രീയ കളികളാണ് ട്രംപ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തില് അനാവശ്യമായ സമ്മർദ്ദങ്ങൾ ചെലുത്തി ഇറാനെ പ്രകോപിപ്പിക്കുകയും അതിനോട് അവർ പ്രതികരിക്കുമ്പോൾ ഇറാനാണ് സമാധാന കരാറുകളിൽ നിന്ന് വ്യതിചലിക്കുന്നത് എന്ന് വരുത്തി തീർത്ത് ലോകത്തെ വിശ്വസിപ്പിക്കാനുമാണ് സത്യത്തിൽ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളും ആക്ഷേപങ്ങളും ജൽപ്പനങ്ങളും വട്ടുപിടിച്ച പ്രസ്താവനകളും തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ട്രൂത്ത് സോഷ്യലിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഗസയിലും ലെബനനിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അത് അതിരൂക്ഷമാണ്. വലിയ തർക്കമായി ഇപ്പോൾ നിലനിൽക്കുന്നു. സമാധാന ചർച്ചകൾക്ക് വിഘാതമാണത്. ഇതിനിടയിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളും ഉണ്ടായി. പശ്ചിമേഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും ഭീതിതമായിട്ടുള്ള ഒരു യുദ്ധ സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ ഈ സാഹചര്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം താൽക്കാലികമായി ഒഴിവാക്കിയെന്നും എന്നാൽ യുദ്ധക്കപ്പലുകൾ അവിടെ തന്നെ എന്നുമുള്ള ട്രംപിന്റെ ഒരു പ്രസ്താവന സത്യത്തിൽ ആ മേഖല സുരക്ഷിതമായിട്ടില്ല എന്നതിന്റെ തെളിവാണ്. മേഖല ഒന്നാകെ കത്തുമ്പോൾ നയതന്ത്ര ചർച്ചകൾക്ക് പകരം സൈനിക ഭീഷണി ഉയർത്തുന്നത് തീപ്പൊരിയിലേക്ക് എണ്ണയൊഴിക്കുന്നതിന് തുല്യമാണ്. ഇത് സാധാരണക്കാരായിട്ടുള്ള ആ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഇപ്പോ പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ട്രംപ് പറയുന്ന നുണകളും പൊള്ളയായിട്ടുള്ള അവകാശവാദങ്ങളും വിശ്വസിക്കാൻ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു രാജ്യങ്ങളും തയ്യാറല്ല എന്ന് മനസ്സിലാവും. ഇസ്രായേൽ ഒരു പക്ഷെ വിശ്വസിക്കുമായിരിക്കും. ഈ അടുത്ത കാലത്തായിട്ട് ഇസ്രായേലിനും വിശ്വാസമില്ല. ട്രംപിന്റെ വാക്കുകൾക്ക് അന്താരാഷ്ട്ര സമൂഹത്തിൽ യാതൊരു വിലയും ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നാറ്റോ സഖ്യകക്ഷികൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ ട്രംപിന്റെ പ്രിയപ്പെട്ട രാജ്യങ്ങൾ, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കൂടെ ഇറങ്ങുന്ന രാജ്യങ്ങളെല്ലാം അദ്ദേഹത്തെ കൈയൊഴിയുന്നത്. പശ്ചിമേഷ്യയിൽ സ്വന്തം അജണ്ടകൾക്കായി യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്ന ഇസ്രായേൽ ഭരണകൂടം ഒഴികെ മറ്റൊരു രാജ്യവും ട്രംപിന്റെ ഈ ഭീഷണികൾക്കോ അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾക്കോ ഒപ്പം നിൽക്കുന്നില്ല. ചുരുക്കത്തിൽ ലോക സമാധാനത്തിന് തന്നെ ഭീഷണി ഉയർത്തുന്ന ഒരു പൊതുശല്യമായി ട്രംപ് മാറിയിരിക്കുകയാണ്. ഗസയിലും ലെബനനിലും സമാധാനം കൊണ്ടുവരാൻ അന്താരാഷ്ട്ര സമൂഹം ശ്രമിക്കുമ്പോൾ നയതന്ത്ര ചർച്ചകളെയും സമാധാന ശ്രമങ്ങളെയും എല്ലാം തകിടം മറിച്ചുകൊണ്ട് ട്രംപ് നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ പശ്ചിമേഷ്യയെ കൂടുതൽ വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് തള്ളിവിടാനേ ഉപയോഗിക്കുള്ളൂ. സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ പശ്ചിമേഷ്യയെ ശ്രമിക്കുന്ന, അതായത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപിന്റെ നിലപാടുകൾ തിരുത്തപ്പെടാതെ പശ്ചിമേഷ്യ എന്നല്ല ലോകം സമാധാനത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതുന്നത് മണ്ടത്തരമാണത്, മൂഢത്തരമാണ്. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോഴത്തെ നില വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യ ഈ അടുത്ത കാലത്തൊന്നും സമാധാനത്തിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അതിന്റെ കാരണം ഇറാനോ മറ്റു രാജ്യങ്ങളോ ഒന്നുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയായിരിക്കും. Different angles. Don't forget to subscribe and support this channel.